വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് മറ്റൊരു സിനാരിയോ വരാൻ പോകുന്നത് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ MySQL ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട സിനാരിയോ നമുക്ക് നോക്കാം. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ കസ്റ്റമേഴ്സിന്റെ ഡിസ്ട്രിക്ട് എൻറ്റർ ചെയ്യണം. അപ്പൊ ഡിസ്ട്രിക്ട് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമുള്ള കസ്റ്റമേഴ്സ് അല്ലുള്ള മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ അവര് നമ്മൾ ഡ്രോപ്പ് ഡൗണിലുള്ള ഡിസ്ട്രിക്ട് മാത്രം ലിസ്റ്റ് ചെയ്യുന്ന പകരം നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആക്കി കൊടുത്തു. യൂസേഴ്സിന് എന്ത് വേണമെങ്കിലും എൻറ്റർ ചെയ്യാം. വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ട് എന്തെങ്കിലും എൻ്റർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ യൂസേഴ്സിന് എന്തൊക്കെ എൻ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് ഡിസ്ട്രിക്റ്റ് എക്സാമ്പിൾ എടുക്കാം, കോഴിക്കോട് വയനാട് എടുക്കാം. അപ്പോൾ കോഴിക്കോട് എന്നുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, വയനാട് എന്നുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ എൻ്റർ ചെയ്യുമ്പോൾ ചിലർ എന്ത് ചെയ്യും, വയനാട് എന്നുള്ളത് കംപ്ലീറ്റ് സ്മോൾ ലെറ്റേഴ്സിൽ എൻ്റർ ചെയ്യും, ചിലർ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എൻ്റർ ചെയ്യും, ചിലർ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് എൻ്റർ ചെയ്യും. നമ്മൾ ഡാറ്റ എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നല്ലൊരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിട്ടായിരിക്കും അല്ലെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് യൂസേഴ്സ് അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ വന്ന് നോക്കുമ്പോൾ അതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്, സെപ്പറേറ്റ് വേറെ വേറെ വാല്യൂസ് ആണ് അല്ലെ. ഈ മൂന്നും വേറെ വേറെ വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് എൻഡ് സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് സൈഡിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഡാറ്റാബേസിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ആദ്യം സ്മോൾ ലെറ്റേഴ്സിലേക്ക് ഫുള്ള് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഡാറ്റാബേസിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ഇൻസേർട്ട് ആയി വയനാട് നിന്ന് 10 കസ്റ്റമേഴ്സ് ഉണ്ട്, കോഴിക്കോട് നിന്ന് 5 കസ്റ്റമേഴ്സ് ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് 8 കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ പല ജില്ലകളിൽ നിന്നായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു റിപ്പോർട്ട് വേണം. നമുക്കൊരു റിപ്പോർട്ട് പേജ് ഉണ്ട്. ആ പേജിൽ നമുക്ക് ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിസ്റ്റ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. അവിടെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ കാണിക്കണം. അതായത് നമ്മളെ കസ്റ്റമേഴ്സ് ഉള്ള എല്ലാ ഡിസ്ട്രിക്റ്റും കൂടെ ഒരു ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ട് ആ ഡ്രോപ്പ് ഡൗണിന്റെ വാല്യൂ ഇപ്പൊ വയനാട്, കോഴിക്കോട്, തിരുവനന്തപുരം എന്ന് കൊടുക്കും ഡ്രോപ്പ് ഡൗൺ. അപ്പൊ ആ ഡ്രോപ്പ് ഡൗൺ വയനാട് നമ്മൾ യൂസറെ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അഡ്മിൻ യൂസറെ സെലക്ട് ചെയ്യുമ്പോൾ വയനാട് എന്നുള്ള കസ്റ്റമേഴ്സിനെ കാണിക്കണം, തിരുവനന്തപുരം എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് എന്നുള്ള കാണിക്കണം. അപ്പൊ ഈ ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ ആ വയനാടും കോഴിക്കോടും തിരുവനന്തപുരം ഹാർഡ് കോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ്, ഇത് ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് മലപ്പുറത്തുനിന്ന് ഒരു കസ്റ്റമർ നമ്മൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അവിടെ വേണ്ട വാല്യൂ എന്താണ്, ഈ കസ്റ്റമേഴ്സ് ആക്ച്വൽ കസ്റ്റമേഴ്സ് നമുക്ക് എവിടെ നിന്നൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ള വാല്യൂസ് തരണം. അപ്പൊ നമ്മൾ എവിടെ നിന്ന് സെലക്ട് ചെയ്യാം, നമുക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിക്കാം, എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിൽ. അപ്പൊ ആ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഫീൽഡ് സെലക്ട് ചെയ്യാം. അപ്പൊ ആ സെലക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് സെലക്ട് എന്താണ് ഡിസ്ട്രിക്ട് ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഡ്രോപ്പ് ഡൗണിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഉണ്ടാവും. 10 പ്രാവശ്യം വയനാട് എന്ന് കാണിക്കും, 5 പ്രാവശ്യം കോഴിക്കോട് എന്ന് കാണിക്കും, 3 പ്രാവശ്യം തിരുവനന്തപുരം എന്ന് കാണിക്കും. അപ്പൊ അതും പോസിബിൾ അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കും. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ തൽക്കാലം ഡിസ്ട്രിക്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റ് നെയിം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂ നോക്കുകയാണെങ്കിൽ ഡോ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, സ്മിത്ത് 1 പ്രാവശ്യം. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് ഈക്വൽ യുണീക്ക് ആയിട്ടുള്ള ഏതൊക്കെ നെയിംസ് ഉണ്ട് എന്നുള്ള ലാസ്റ്റ് നെയിംസ് ഉണ്ട്. യുണീക്ക് ആയിട്ടുള്ള ഡൂവും സ്മിത്തും ആണ്. അപ്പൊ നമുക്ക് ലിസ്റ്റ് കിട്ടേണ്ട ഡൂ, സ്മിത്ത്, ഈ 2 വാല്യൂസ് ആണ് കിട്ടേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ്, ഇപ്പൊ നമ്മൾ പറയുന്നത് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ലാസ്റ്റ് നെയിം ഫ്രം എംപ്ലോയീസ്. അപ്പൊ എന്ത് ചെയ്തു, ലാസ്റ്റ് നെയിമിൽ നമുക്ക് ഡൂവും സ്മിത്തും കിട്ടും. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ഏത് ഫീൽഡ് ആണോ എടുക്കേണ്ടത് ആ ഫീൽഡ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കുന്നത്.